നമസ്കാരം, മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് നാളെ കൊട്ടിക്കലാശം. അവസാന ലാപ്പിൽ കളം നിറഞ്ഞ ദേശീയ നേതാക്കൾ. LDF സർക്കാരിന്റെ പ്രോഗ്രസ് കാർഡ് പുറത്തിറക്കി മുഖ്യമന്ത്രി പിണറായി വിജയൻ. വാഗ്ദാനങ്ങളിൽ 97% നടപ്പിലാക്കിയെന്ന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞു മുഖ്യമന്ത്രി. റിപ്പോർട്ടിൽ അർദ്ധസത്യങ്ങളെന്നും ജനങ്ങൾ നൽകുക 0 മാർക്കെന്നും രമേശ് ചെന്നിത്തല. തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥ ഡീൽ കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിലെന്ന് BJP. UDF അധികാരത്തിൽ വന്നാൽ ലീഗിന് ഉപമുഖ്യമന്ത്രി പദവും 6 മന്ത്രിമാരും ഉണ്ടാകുമെന്ന് രാജീവ് ചന്ദ്രശേഖർ. ഘടകകക്ഷികളുടെ കാര്യം നോക്കാൻ കോൺഗ്രസിനറിയാമെന്ന് VD സതീശന്റെ മറുപടി. കാട്ടാക്കടയിലെ NDA സ്ഥാനാർത്ഥി PK കൃഷ്ണദാസ് വിവാദ പ്രസംഗം നടത്തിയെന്ന ആരോപണത്തിൽ റിപ്പോർട്ട് തേടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ലവ് ജിഹാദ് പരാമർശത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് PK കൃഷ്ണദാസ്. CS സുജാതയ്ക്കെതിരായ G സുധാകരന്റെ പരാമർശം വിവാദത്തിൽ. സുജാത നായന്മാരുടെ വീട്ടിലേ പോകൂ എന്നും നായരെന്ന് മനസ്സിലാക്കാനും മുല്ലപ്പൂവും തുളസിപ്പൂവും വെച്ചാണ് പോകുന്നതെന്നും G സുധാകരൻ. പേരാമ്പ്രയിൽ TP രാമകൃഷ്ണൻ ചട്ടലംഘനം നടത്തിയിട്ടില്ല എന്ന് ജില്ലാ കളക്ടർ. തഹല്യയ്ക്കെതിരായ പരാതിയിൽ അന്വേഷണം തുടരുന്നു. കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിൽ വോട്ട് ചോദിക്കാനെത്തിയ സന്ദീപ് വാര്യർക്ക് നേരെ SFI ആക്രമണം. സമാധാന നീക്കങ്ങൾ നടക്കുമ്പോഴും അമേരിക്കയ്ക്കുള്ള തിരിച്ചടി കനത്തതായിരിക്കുമെന്ന മുന്നറിയിപ്പുമായി ഇറാൻ. ഹോർമുസ് കടലിടുക്ക് തുറക്കാൻ ഡൊണാൾഡ് ട്രംപ് നൽകിയ സമയപരിധി നാളെ അവസാനിക്കും. ആക്രമണങ്ങളിൽ ഇറാന്റെ ഇന്റലിജൻസ് മേധാവി കൊല്ലപ്പെട്ടെന്ന് സ്ഥിരീകരണം. ഒരു ഇന്ത്യൻ കപ്പൽ കൂടി ഹോർമുസ് കടന്നു. 24 മണിക്കൂറിനിടയിൽ 15 കപ്പലുകൾ കടന്നതായി ഇറാൻ മാധ്യമങ്ങൾ. ഇറാൻ ആക്രമണത്തിൽ വടക്കൻ കുവൈറ്റിലെ 6 പേർക്ക് പരിക്ക്. സൗദിയിൽ തൊഴിൽ നിയമം ശക്തമാക്കി. 69 തൊഴിൽ വിഭാഗത്തിൽ കൂടി സമ്പൂർണ്ണ സ്വദേശീവൽക്കരണം ഏർപ്പെടുത്തി. നിയമം ലംഘിച്ചാൽ നടപടി. മൈജി മലയാളീസ് മാൻഡേറ്റ് സമർപ്പിക്കുന്നത് മൈജിയാണ് ഫ്യൂച്ചർ. പവേർഡ് ബൈ ജോയിൻ ഇന്ത്യസ് #1 കൊമേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് IIC ലക്ഷ്യ ഇൻ അസോസിയേഷൻ വിത്ത് VKC ഇന്ത്യസ് പ്രൈഡ്. കേരളത്തിലെ മുഖ്യമന്ത്രി രാജാവിനെ പോലെയാണ് പെരുമാറുന്നതെന്ന് രാഹുൽ ഗാന്ധിയുടെ വിമർശനം. താൻ മാത്രമാണ് ഇവിടെ ഭരിക്കാനുള്ളത് എന്ന് പറയുന്നതിലൂടെ എല്ലാ മലയാളികളെയും അപമാനിക്കുന്നതിന് തുല്യമാണ്. ഇത് ധാർഷ്ട്യത്തിൻ്റെ അങ്ങേയറ്റമാണെന്നും നരേന്ദ്രമോദി കേന്ദ്രത്തിൽ ചെയ്യുന്ന കാര്യമാണ് പിണറായി വിജയൻ സംസ്ഥാനത്ത് ചെയ്യുന്നതെന്നും അദ്ദേഹം വിമർശിച്ചു. How come BJP does not attack the Chief Minister of Kerala? How come no interrogation of him and his family? How come no revocation of his membership of the Vidhan Sabha? Because he is in partnership with the BJP. Why he is in partnership is very clear. MP എന്ന നിലയിൽ നന്നായി പ്രവർത്തിക്കാൻ സംസ്ഥാന സർക്കാർ അനുവദിക്കുന്നില്ല എന്ന് പ്രിയങ്ക ഗാന്ധി. ഓരോ വർഷവും നിരവധി പേർ വന്യജീവി ആക്രമണത്തിൽ മരിക്കുന്നുണ്ടെങ്കിലും സർക്കാർ സംരക്ഷണം നൽകുന്നില്ല. പ്രശ്നപരിഹാരത്തിന് എല്ലാ വകുപ്പുകളുമായും ആശയവിനിമയം വേണം. സംസ്ഥാന സർക്കാർ സഹകരിച്ചില്ല എങ്കിൽ പരിഹാരം കണ്ടെത്താൻ പ്രയാസമാണെന്നും പ്രിയങ്ക ഗാന്ധി കോഴിക്കോട് പറഞ്ഞു. 10 വർഷത്തെ ഭരണ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ ഇടത് സർക്കാരിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ട്. 2021 പ്രകടന പത്രികയിലെ പ്രഖ്യാപനങ്ങളിൽ 97% പൂർത്തിയാക്കിയതായി പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തിറക്കി മുഖ്യമന്ത്രി പറഞ്ഞു. പ്രകടന പത്രിക മാത്രമല്ല, പ്രോഗ്രസ് റിപ്പോർട്ടും പുറത്തിറക്കുന്ന മുന്നണി എന്ന വിശ്വാസ്യത നേടാനാണ് ഇപ്പോഴത്തെ ശ്രമം. ആ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പറയുന്ന എത്ര കാര്യങ്ങൾ നടപ്പാക്കി അത് ജനങ്ങൾ അറിയേണ്ടതാണ്. 2021 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങൾക്ക് നൽകിയ 900 വാഗ്ദാനങ്ങളിൽ 874 വാഗ്ദാനങ്ങൾ പൂർത്തിയാക്കുകയോ അല്ലെങ്കിൽ പൂർത്തിയാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയോ ചെയ്തു. വീടും ഭൂമിയും എന്ന സാധാരണക്കാരന്റെ സ്വപ്നം യാഥാർത്ഥ്യമായി. 5 ലക്ഷം വീടുകളും 4.5 ലക്ഷം പട്ടയങ്ങളും കൈമാറി. പെൻഷൻ വർദ്ധിപ്പിക്കുകയും സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപയും ഡിഗ്രി പഠനം വരെ സൗജന്യമാക്കിയതായും PSC വഴി 3.5 ലക്ഷം നിയമനങ്ങൾ നടത്തിയതായും മുഖ്യമന്ത്രി പറഞ്ഞു. രാജ്യത്തൊരിടത്തും അതിനു മുൻപോ അതിനുശേഷമോ ഇത്തരം ദേശീയപാതകളുടെ വികസനത്തിന് വേണ്ടി ഭൂമി ഏറ്റെടുക്കാൻ സംസ്ഥാന സർക്കാർ വിഹിതം കൊടുത്ത അനുഭവം ഉണ്ടായിട്ടില്ല.
ന്യൂനപക്ഷ ക്ഷേമവും തുല്യനീതിയും ഉറപ്പാക്കി. JB കോശി കമ്മീഷനിലെ 220 ശുപാർശകൾ നടപ്പിലാക്കി. കേരയിൽ പദ്ധതിക്ക് പകരം RRT പദ്ധതി യാഥാർത്ഥ്യമാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഉയർത്തിയ 5 ഗ്യാരണ്ടിയെ പിണറായി പരിഹസിച്ചു. ആദ്യം ആ കുട്ടീന്റെ വീട് വെച്ചു കൊടുക്കട്ടെ. വയനാട്ടിലൊരു കുട്ടി, എന്തേലും ആ കുട്ടീന്റെ പേര് ആ വീട് ആദ്യം വെച്ചു കൊടുക്കട്ടെ, എന്നിട്ട് മറ്റു കാര്യങ്ങളെ പറ്റി നമുക്ക് പറയാം. അപ്പോഴാണ് ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് വിലയുണ്ടെന്ന് മനസ്സിലാകുന്നത്. അല്ലെങ്കിൽ എന്തും പറയാലോ. സംതൃപ്തിയുടെ നിറവിൽ രണ്ടാം പിണറായി സർക്കാർ എന്ന മുഖവുരയോടെയാണ് പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ചിരിക്കുന്നത്. അമൃത ന്യൂസ്, കണ്ണൂർ. സംസ്ഥാന സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ടിനെ രൂക്ഷമായി വിമർശിച്ച രമേശ് ചെന്നിത്തല റിപ്പോർട്ടിലുള്ളത് അർദ്ധസത്യങ്ങൾ മാത്രമാണെന്നും ജനങ്ങൾ ഇതിന് 0 മാർക്ക് നൽകുകയെന്നും അദ്ദേഹം പറഞ്ഞു. പ്രോഗ്രസ് ഉണ്ടായത് മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും മാത്രമാണെന്നും സാധാരണക്കാർക്ക് ഇതുകൊണ്ട് ഒരു ഗുണവുമില്ല എന്നും അദ്ദേഹം വിമർശിച്ചു. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കേരളത്തിൽ ഒരു വികസനവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. പ്രോഗ്രസ് ഉണ്ടായിട്ടുള്ളത് മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനും പാർട്ടി നേതാക്കൾക്കുമാണ്. കേരളത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഉപമുഖ്യമന്ത്രി പദവും 6 മന്ത്രിമാരും മുസ്ലിം ലീഗിനുണ്ടാകുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ഇക്കാര്യത്തിൽ യഥാർത്ഥ ഡീൽ കോൺഗ്രസും ലീഗും തമ്മിലാണ്. കോൺഗ്രസിന്റെ ഇന്ദിരാ ഗ്യാരണ്ടി വ്യാജ ഗ്യാരണ്ടിയാണെന്നും തെലങ്കാനയിൽ ഇതേ ഗ്യാരണ്ടി നൽകി ജനങ്ങളെ പറ്റിച്ചുവെന്നും രാജീവ് ചന്ദ്രശേഖർ ആരോപിച്ചു. ഈ ഗ്യാരണ്ടി ഇന്ദിരാഗാന്ധിയുടെ പേരിലാണ് അവർ ഗ്യാരണ്ടി മുമ്പോട്ട് വയ്ക്കുന്നത്. ഇന്ദിരാഗാന്ധി ഒരു മുതിർന്ന നേതാവായിരുന്നു, ഇന്ത്യൻ്റെ ഒരു നല്ല ലീഡറായിരുന്നു. പക്ഷേ ഇവർ വ്യാജ ഗ്യാരണ്ടീൻ്റെ പേര് കൊടുത്തിരിക്കുന്നത് ഇന്ദിരാ ഗ്യാരണ്ടി. അതേസമയം രാജീവ് ചന്ദ്രശേഖറിനെതിരെ ആഞ്ഞടിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. രാജീവ് ചന്ദ്രശേഖർ രാഷ്ട്രീയം പഠിപ്പിക്കേണ്ട എന്നും ഘടകകക്ഷികളുടെ കാര്യം നോക്കാൻ കോൺഗ്രസിന് അറിയാമെന്നും VD സതീശൻ പ്രതികരിച്ചു. UDF അധികാരത്തിലെത്തിയാലും മുസ്ലിം ലീഗിന് ഉപമുഖ്യമന്ത്രി സ്ഥാനം നൽകാൻ ഡീൽ എന്ന രാജീവ് ചന്ദ്രശേഖറിന്റെ ആരോപണത്തിനെതിരെയാണ് പ്രതിപക്ഷ നേതാവിന്റെ വിമർശനം. അത് ഞങ്ങളുടെ മുന്നണിയിലെ കാര്യം അയാളാണ് തീരുമാനിക്കുന്നത്. അയാളാരാണ് ഇത് തീരുമാനിക്കുക? അല്ലെ, BJP പ്രസിഡന്റ് എന്ത് കാര്യം? ഇന്നാളെ വരെ കച്ചവടം വരുന്നു. 3 പ്രാവശ്യം രാജ്യസഭാ മെമ്പറായത് ഏത് പാർട്ടിയിൽ നിന്നാന്ന് പോലും ഇയാൾക്ക് അറിയാൻ പാടില്ല. ഈ രാജീവ് ചന്ദ്രശേഖരൻ 3 പ്രാവശ്യം രാജ്യസഭാ മെമ്പറായി. അത് ഏതൊക്കെ പാർട്ടിയിൽ നിന്നാണ്? പല പാർട്ടിയിൽ നിന്നാണ്. ഏതൊക്കെ പാർട്ടിയിൽ നിന്നാണെന്ന് ഇയാൾക്ക് തന്നെ അറിയത്തില്ല. ലവ് ജിഹാദ് ഒരു യാഥാർത്ഥ്യമാണെന്നും പറഞ്ഞതിൽ നിന്നും പിന്നോട്ടില്ല എന്നും തിരുവനന്തപുരം കാട്ടാക്കട നിയോജക മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി PK കൃഷ്ണദാസ്. പരാമർശത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജില്ലാ കളക്ടറോട് വിശദീകരണം തേടി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പങ്കെടുത്ത കാട്ടാക്കടയിലെ പൊതുസമ്മേളനത്തിലായിരുന്നു NDA സ്ഥാനാർത്ഥി PK കൃഷ്ണദാസിന്റെ ലവ് ജിഹാദ് പരാമർശം. LDFO UDFO അധികാരത്തിൽ വന്നാൽ ഭരണം നിയന്ത്രിക്കുന്നത് SDPIയും ജമാഅത്തെ ഇസ്ലാമിയുമായിരിക്കുമെന്നും പാകിസ്ഥാൻ അനുകൂല സംഘടനകൾ ലവ് ജിഹാദിനെ പ്രോത്സാഹിപ്പിക്കുമെന്നുമായിരുന്നു PK കൃഷ്ണദാസിന്റെ പരാമർശം. പ്രസംഗം വിവാദമായതോടെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് തേടി. എന്നാൽ ലവ് ജിഹാദ് ഒരു യാഥാർത്ഥ്യമാണെന്ന് കാട്ടാക്കടയിലെ NDA സ്ഥാനാർത്ഥി PK കൃഷ്ണദാസ് ആവർത്തിച്ചു. ലവ് ജിഹാദിനെ മതവുമായി ബന്ധപ്പെടുത്തേണ്ടതില്ലെന്നും താൻ പറഞ്ഞിട്ടുള്ളതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഞാൻ പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുന്നു, അതിൽ പിന്മാറേണ്ട യാതൊരു ആവശ്യമില്ല. ഇത് സൂര്യ തേജസ് പോലെ സത്യസന്ധമായതാണ്, അടിസ്ഥാനപരമാണ്, വസ്തുനിഷ്ഠമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി ഇലക്ഷൻ കമ്മീഷൻ അവർ എന്നോട് എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ സ്വാഭാവികമായിട്ട് നിയമപരമായിട്ട് ഞാൻ മറുപടി നൽകും. മത തീവ്രവാദികളെ മതവുമായി ബന്ധപ്പെടുത്തേണ്ട ആവശ്യമില്ല. അവർക്ക് മതവുമില്ല, മനുഷ്യത്വവും ഇല്ല. അവരെല്ലാം അതുകൊണ്ടല്ലാണല്ലോ അവർ കൂട്ടക്കൊല നടത്തുന്നത്. മതേതര വിവാദമൊന്നും ഇതിലില്ല. ഭീകരപ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് ലവ് ജിഹാദ് എന്ന് പറയുന്നത്. പ്രണയം നടിച്ച് കുട്ടികളെ വശത്താക്കി തീവ്രവാദ പ്രവർത്തനത്തിന് അവരെ പ്രേരിപ്പിക്കുക. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തനിക്ക് നോട്ടീസ് നൽകിയിട്ടില്ല. തുടർ നടപടി ഉണ്ടെങ്കിൽ അതിനെ നിയമപരമായി നേരിടുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. LDFും UDFും അധികാരത്തിൽ വന്നാൽ കേരളത്തിൽ ലവ് ജിഹാദ് നടപ്പിലാക്കുമെന്ന PK കൃഷ്ണദാസിന്റെ പ്രസ്താവന തള്ളി BJP. ലവ് ജിഹാദിൽ BJPക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നുവെങ്കിൽ പ്രകടന പത്രികയിൽ അത് പറയുമായിരുന്നു എന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചു. ഞാനത് കേട്ടിട്ടില്ല. അങ്ങനെ ഞങ്ങൾക്ക് അഭിപ്രായം അല്ല. അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ ഞങ്ങൾ മാനിഫെസ്റ്റോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നു. ഞങ്ങൾ അങ്ങനെ ഒരു അഭിപ്രായം ഇല്ലല്ലോ. സുരക്ഷിത കേരളം എന്നും പറഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷെ അതൊന്നും പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ മാനിഫെസ്റ്റോ ഒന്നും പറഞ്ഞില്ലല്ലോ. ഞങ്ങളുടെ കാഴ്ചപ്പാട്, ഞങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നത് കൃത്യമായി ഞങ്ങൾ മാനിഫെസ്റ്റോ, നല്ല മാനിഫെസ്റ്റോ ആണ്. 4.5 മാസം അധ്വാനിച്ചുണ്ടാക്കിയ മാനിഫെസ്റ്റോ ആണ്. അതിൽ
പേരാമ്പ്രയിൽ ടി പി രാമകൃഷ്ണൻ ചട്ടലംഘനം നടത്തിയിട്ടില്ല എന്ന് ജില്ലാ കളക്ടർ. തഹ്ലീക്കെതിരെയുള്ള പരാതിയിൽ അന്വേഷണം നടക്കുകയാണെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോഴും പരാതികൾ അവസാനിക്കുന്നില്ല. ഫോണിലൂടെ തന്റെ പേരിൽ തെറ്റായ പ്രചരണം നടത്തുന്നുവെന്ന് കാണിച്ച് കുന്നമംഗലം LDF സ്ഥാനാർത്ഥി PT റഹീം തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. മതം പറഞ്ഞ് വോട്ട് പിടിക്കുന്നു എന്ന വിവാദ അനൗൺസ്മെന്റിനെതിരെയാണ് UDF ക്യാമ്പ് ടി പി രാമകൃഷ്ണനെതിരെ പരാതി നൽകിയിരുന്നത്. സംഭവം വിവാദമായതോടെ ടി പി രാമകൃഷ്ണനോട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം ചോദിച്ചു. ഈ അന്വേഷണത്തിനൊടുവിലാണ് പേരാമ്പ്രയിലെ LDF വിവാദ അനൗൺസ്മെന്റ് വിഷയത്തിൽ മാതൃകാ പെരുമാറ്റച്ചട്ടലംഘനം കണ്ടെത്താനായിട്ടില്ലെന്ന് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് അറിയിച്ചത്. ചട്ടലംഘനം നടന്നിട്ടില്ല എന്നാണ് ഫ്ലൈയിങ് സ്ക്വാഡ് റിപ്പോർട്ടെന്നും കളക്ടർ അറിയിച്ചു. ഫ്ലൈയിങ് സ്ക്വാഡിലെ പരിശോധന കംപ്ലീറ്റ് ആയി, അതിൻ്റെ റിപ്പോർട്ട് കിട്ടി. ആൻഡ് ബേസ്ഡ് ഓൺ ദാറ്റ് അതൊരു കംപ്ലീറ്റ്ലി MCC വയലേഷൻ ഉണ്ടോ അങ്ങനെ പറയാൻ പറ്റില്ല. ടി പി രാമകൃഷ്ണനെതിരെ പരാതി വന്ന അതേ സാഹചര്യത്തിലാണ് LDF ക്യാമ്പ് UDF സ്ഥാനാർത്ഥിക്കെതിരെ സമാന പരാതി നൽകിയത്. UDF സ്ഥാനാർത്ഥി ഫാത്തിമ തഹ്ലിക്കെതിരായ ഈ പരാതിയിൽ പരിശോധന നടക്കുകയാണെന്ന് കളക്ടർ പറഞ്ഞു. രണ്ടാമത്തിൻ്റെ എനിക്ക് ഡൗട്ടുണ്ട്. എനിക്ക് ആദ്യമായിട്ടുള്ള പരാതിയിൽ എനിക്ക് കൺഫർമേഷൻ ഉണ്ട്. രണ്ടാമത്തിൻ്റെ ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം. അതേസമയം കുന്നമംഗലത്ത് LDF സ്ഥാനാർത്ഥി PT റഹീമിന്റെ പേരിൽ വ്യാജ ഫോൺ സന്ദേശം പ്രചരിപ്പിക്കുന്നതായാണ് പുതിയ പരാതി. ചുറ്റിക അരിവാൾ നക്ഷത്ര ചിഹ്നത്തിൽ വോട്ട് ചെയ്യണമെന്ന ഫോൺ സന്ദേശമാണ് പ്രചരിക്കുന്നത്. തന്റെ ചിഹ്നം ബക്കറ്റാണെന്നും തന്റെ പേരും വ്യാജ ചിഹ്നവും പറഞ്ഞ് വോട്ടർമാരെ ആശയക്കുഴപ്പത്തിലാക്കാൻ ലക്ഷ്യമിട്ടാണിതെന്നും കാണിച്ച് PT റഹീം തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. മണ്ഡലത്തിൽ LDFിലെ ഘടകകക്ഷികളെ വിളിച്ച് UDF ഫണ്ട് ഓഫർ ചെയ്യുന്നുവെന്ന പരാതിയും LDF ഉന്നയിക്കുന്നുണ്ട്. രാഷ്ട്രീയത്തിൽ ഒരു കാലത്തും ഉപയോഗിക്കാൻ കഴിയാത്ത, കേരളത്തിൽ ഒരു മണ്ഡലത്തിലും UDF ചെയ്യാത്ത ചില കാര്യങ്ങൾ കുന്നമംഗലം നിയോജക മണ്ഡലത്തിൽ ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ നടന്നു വരുന്നത്. കൊട്ടിക്കലാശത്തിനും മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെയാണ് കോഴിക്കോട് സ്ഥാനാർത്ഥികൾ തമ്മിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ ശക്തമാകുന്നത്. അമൃത ന്യൂസ്, കോഴിക്കോട്. തൃശൂർ വാടാനപ്പള്ളിയിൽ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കിറ്റ് വിതരണം ചെയ്ത സംഭവത്തിൽ കേസെടുത്തു. ഗോഡൌൺ ഉടമയ്ക്കും ഓർഡർ നൽകിയ വ്യക്തിക്കെതിരെയുമാണ് കേസ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാടാനപ്പള്ളി പോലീസിന് നൽകിയ പരാതിയിലാണ് കേസ്. വാടാനപ്പള്ളി സെന്ററിനടുത്ത് പ്രവർത്തിക്കുന്ന ചാമ്പ്യൻസ് എന്റർപ്രൈസസ് എന്ന സ്ഥാപനത്തിലായിരുന്നു കിറ്റ് തയ്യാറാക്കിയിരുന്നത്. 1500-ലധികം കിറ്റുകളാണ് പാക്ക് ചെയ്ത് വെച്ചിരുന്നത്. BJPയുടെ നേതൃത്വത്തിൽ കിറ്റ് വിതരണം നടത്താനായിരുന്നു ലക്ഷ്യമെന്നാണ് ആരോപണം. എന്നാൽ സംഭവത്തിന്റെ ഉത്തരവാദിത്വം BJP ഏറ്റെടുത്തിട്ടില്ല. കഴിഞ്ഞ ദിവസം നാടകീയ സംഭവങ്ങളായിരുന്നു വാടാനപ്പള്ളിയിൽ അരങ്ങേറിയത്. പ്രതിഷേധത്തിൽ പങ്കെടുത്ത TN പ്രതാപനെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിരുന്നു. പോലീസിലെ ചില ഉദ്യോഗസ്ഥരും BJPക്ക് സഹായം നൽകുന്നുവെന്ന TN പ്രതാപൻ ആരോപിച്ചു. കേരളത്തിലും അത്തരമൊരു കഠിനമായ ശ്രമമാണ് BJP നടത്തുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് മണലൂർ നിയോജക മണ്ഡലത്തിൽ പണവും കിറ്റും വിതരണം, സാരി വിതരണം ഉൾപ്പെടെ ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. അതാണ് ഇന്നലെ ഈ മിനിയാന്നുമായി UDF കണ്ടുപിടിച്ചത്. കേന്ദ്രാധികാരവും പണവും ഉപയോഗിച്ച BJP ജനാധിപത്യ വ്യവസ്ഥയെ അട്ടിമറിക്കുകയാണെന്ന് CPI ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദറും പറഞ്ഞു. തൃശൂർ ഒളരിയിലും വാടാനപ്പള്ളിയിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ട സംഭവങ്ങൾ അത് പിടിക്കപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ്. പക്ഷെ പലയിടങ്ങളിലും പണം വിതരണം ചെയ്യുന്നുണ്ട്. ഇത് കേന്ദ്ര മന്ത്രിമാരുടെ, ഇതര സംസ്ഥാനങ്ങളിലെ MP-മാരുടെ ഒക്കെ നേതൃത്വത്തിലാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. BJP നേതാവായ ആളാണ് ഒളരിയിൽ കിറ്റ് വിതരണം നടത്തിയതെന്ന് മുൻമന്ത്രി VS സുനിൽകുമാർ ആരോപിച്ചു. തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുവരെ ജയിക്കുമെന്നതിനേക്കാളുപരി തെരഞ്ഞെടുപ്പ് സംവിധാനം നിലനിൽക്കുക എന്നുള്ളത് ജനാധിപത്യത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ അവർ ജയിക്കും പരാജയപ്പെടുമെന്നതിനേക്കാൾ BJP ഒരിക്കലും തൃശ്ശൂർ ജില്ലയിൽ ഒരു സീറ്റ് ജയിക്കാൻ പോകുന്നില്ല. സംഭവത്തിൽ കിറ്റുകൾ ഒരുക്കിയ ഗോഡൌൺ ഉടമയ്ക്കെതിരെയും ഓർഡർ നൽകിയ വ്യക്തിക്കെതിരെയും വാടാനപ്പള്ളി പോലീസ് കേസെടുത്തിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് അടുത്തതോടെ നടന്ന കിറ്റ് വിവാദം BJPയെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. അമൃത ന്യൂസ്, തൃശൂർ. കാസർഗോഡ് തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി സന്ദീപ് വാര്യർക്ക് നേരെ SFIയുടെ ആക്രമണം. കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിൽ വോട്ട് ചോദിക്കാൻ എത്തിയപ്പോഴാണ് സന്ദീപ് വാര്യരെയും സംഘത്തെയും SFI പ്രവർത്തകർ ആക്രമിച്ചത്. കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിൽ വോട്ട് അഭ്യർത്ഥിക്കാനെത്തിയപ്പോൾ UDF സ്ഥാനാർത്ഥി സന്ദീപ് വാര്യരെ SFI പ്രവർത്തകർ സംഘം ചേർന്ന് തടയുകയും പിന്നീട് വാക്കേറ്റവും ഉന്തും തള്ളും നടക്കുകയായിരുന്നു. കാഞ്ഞങ്ങാട് നെഹ്റു കോളേജ് ക്യാമ്പസിലെത്തിയ സ്ഥാനാർത്ഥിയോട് വോട്ട് അഭ്യർത്ഥിക്കാൻ പാടില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് SFI പ്രവർത്തകർ സ്ഥാനാർത്ഥിക്കെതിരെ തിരിഞ്ഞത്. സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായവരെ
വളഞ്ഞിട്ട് മർദ്ദിക്കുകയുമുണ്ടായി. അതിനിടയിൽ സന്ദീപ് വാര്യരെ ബലമായി നെഞ്ചിന് പിടിച്ച് തള്ളിമാറ്റുകയുണ്ടായി. UDF സംഘത്തിലുണ്ടായവരുടെ വസ്ത്രങ്ങൾ കീറുകയും ചെയ്തു. UDF സ്ഥാനാർത്ഥി സന്ദീപ് വാര്യരടക്കം 5 പേർ പിന്നീട് തൃക്കരിപ്പൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. യാതൊരു പ്രകോപനങ്ങളുമില്ലാതെയായിരുന്നു ആക്രമണമെന്ന് സന്ദീപ് വാര്യർ പറഞ്ഞു. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. സ്ഥാനാർത്ഥിയെ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് UDF പ്രവർത്തകർ തൃക്കരിപ്പൂർ ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തി. അമൃത ന്യൂസ്, കാസർഗോഡ്. കൊല്ലം കുന്നത്തൂർ മണ്ഡലത്തിൽ കഴിഞ്ഞ ദിവസമുണ്ടായ അക്രമ സംഭവങ്ങളെ തുടർന്ന് പരസ്പരം ആരോപണങ്ങളുമായി സ്ഥാനാർത്ഥികൾ രംഗത്ത്. LDF സ്ഥാനാർത്ഥി ആരോപിക്കുന്നത് തന്റെ റോഡ് ഷോയ്ക്ക് നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആക്രമണം നടത്തിയെന്നാണ്. അതേസമയം പരാജയം ഭയന്ന LDF മണ്ഡലത്തിന് പുറത്തുനിന്നുള്ളവരെ എത്തിച്ച് പ്രചാരണം അലങ്കോലപ്പെടുത്തുകയാണെന്നായിരുന്നു ആരോപണം. കുന്നത്തൂർ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി കോവൂർ കുഞ്ഞുമോന്റെ റോഡ് ഷോയ്ക്ക് നേരെയാണ് കഴിഞ്ഞ ദിവസം കല്ലേറുണ്ടായത്. ചക്കുവള്ളിയിൽ നിന്ന് വലിയ ജനപങ്കാളിത്തത്തോടെ ആരംഭിച്ച റോഡ് ഷോ ഭരണിക്കാവിൽ എത്തിയപ്പോഴായിരുന്നു സംഭവം. കല്ലേറിൽ 2 പ്രവർത്തകർക്ക് പരിക്കേറ്റു. സംഭവത്തിനു പിന്നിൽ യൂത്ത് കോൺഗ്രസ് ആണെന്ന് RSP ലെനിനിസ്റ്റ് സ്ഥാനാർത്ഥിയായ കോവൂർ കുഞ്ഞുമോൻ ആരോപിച്ചു. വളരെ സമാധാനപരമായി ഇടതുപക്ഷ യുവജന സംഘടന നടത്തിയ ഈ റോഡ് ഷോ അവരെന്തിനു തടഞ്ഞു? ഞങ്ങളുടെ 2 പ്രവർത്തകർക്കാണ് ഇന്നലെ കല്ലേറിൽ, ഒരാൾക്ക് 3 സ്റ്റിച്ചും ഒരാൾക്ക് 4 സ്റ്റിച്ചും ഉണ്ട്. എന്താണ് അങ്ങനെ സംഭവിച്ചതെന്ന് UDF അന്വേഷിക്കണം. അതേസമയം പരാജയം ഭയന്ന LDF മണ്ഡലത്തിന് പുറത്തുനിന്നുള്ളവരെ എത്തിച്ച് UDF സ്ഥാനാർത്ഥിയായ RSPക്ക് വേണ്ടി മത്സരിക്കുന്ന ഉല്ലാസ് കോവൂരിന്റെ പ്രചാരണം അലങ്കോലപ്പെടുത്തുകയാണെന്നാരോപിച്ച് മറുപക്ഷവും രംഗത്തെത്തി. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ഭരണിക്കാവിൽ കലാപ്രവർത്തകരുടെ കൂട്ടായ്മകൾ ഉല്ലാസ് കോവൂരിനു വേണ്ടി സജീവമായി പ്രചാരണ രംഗത്തുണ്ട്. സ്ത്രീകളടക്കം നിരവധി പ്രവർത്തകർ പങ്കെടുത്ത പരിപാടിയിലേക്ക് ബോധപൂർവം അക്രമം നടത്തിയെന്നാണ് RSP സ്ഥാനാർത്ഥി ഉല്ലാസ് കോവൂർ പറയുന്നത്. ഇതുവഴി പോയ ബൈക്ക് റാലി ആണെങ്കിൽ ഇതുവഴി അങ്ങ് പോകും. പക്ഷേ അവർ ബോധപൂർവമായി ബൈക്ക് സ്റ്റാൻഡിൽ വെക്കുകയും സൈലൻസറെല്ലാം പൊട്ടിച്ചിട്ട് അതിൻ്റെ വലിയ ശബ്ദം കേൾപ്പിക്കുകയും KSUവിൻ്റെ കൊടിതോരണങ്ങൾ കിടക്കുന്നുണ്ടല്ലോ എല്ലാം അടിച്ച് തകർക്കുകയും എന്നിട്ട് ഇവിടെ നിന്നോട്ട് ഒഴിഞ്ഞ കുപ്പികൾ എടുത്തെറിയുകയും കൊടിക്കമ്പുകൾ എടുത്തെറിയുകയും ചെയ്ത് പ്രകോപനം സൃഷ്ടിക്കുകയാണ് ചെയ്തത്. തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ കുന്നത്തൂരിൽ അരങ്ങേറുന്ന അക്രമ സംഭവങ്ങൾ മണ്ഡലത്തിലെ രാഷ്ട്രീയ പോരാട്ടം നിർണായകവും കടുത്തതുമായ ഘട്ടത്തിലേക്ക് കടന്നതിന്റെ വ്യക്തമായ സൂചനകളാണ്. അധികാരം നിലനിർത്താൻ LDFും മണ്ഡലം പിടിച്ചെടുക്കാൻ UDFും BJPയും ശക്തമായി രംഗത്തിറങ്ങിയ സാഹചര്യത്തിൽ മത്സരം ത്രികോണ രൂപം കൈക്കൊണ്ട് കൂടുതൽ സങ്കീർണമാവുകയാണ്. അമൃത ന്യൂസ്, കൊല്ലം. സമാധാന നീക്കങ്ങൾ നടക്കുമ്പോഴും അമേരിക്കയ്ക്കുള്ള തിരിച്ചടി കനത്തതായിരിക്കുമെന്ന മുന്നറിയിപ്പുമായി ഇറാൻ. ഹോർമുസ് കടലിടുക്ക് തുറന്നു കൊടുക്കണമെന്ന ഡൊണാൾഡ് ട്രംപിൻ്റെ അന്ത്യശാസനത്തോടാണ് ഇറാൻ്റെ പ്രതികരണം. അതേസമയം ഇറാൻ്റെ ഇൻ്റലിജൻസ് മേധാവി ബ്രിഗേഡിയർ ജനറൽ സർദാർ മാജിദ് ഖദേമി കൊല്ലപ്പെട്ടെന്ന് സ്ഥിരീകരണമുണ്ടായി. പശ്ചിമേഷ്യൻ സമാധാന നീക്കങ്ങൾ പുരോഗമിക്കുന്നതിനിടയിൽ ഇന്ത്യൻ ഓഹരി വിപണിയും പൂർണ്ണതയിലാണ് അവസാനിച്ചത്. ഇറാൻ യുദ്ധം 6ാം ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ക്ഷമ നശിക്കുകയാണ്. ഹോർമുസ് കടലിടുക്ക് തുറക്കാൻ ആവശ്യപ്പെട്ട് ഇറാനുമേൽ അസഭ്യവർഷം ചൊരിഞ്ഞ ട്രംപ് ചൊവ്വാഴ്ച ഇറാനെ തച്ചു തകർക്കുമെന്ന് ഭീഷണി മുഴക്കി. എന്നാൽ അമേരിക്കയ്ക്കുള്ള തിരിച്ചടി കനത്തതായിരിക്കുമെന്നാണ് ട്രംപിന്റെ അന്ത്യശാസനത്തോട് ഇറാന്റെ പ്രതികരണം. ഹോർമുസ് കടലിടുക്ക് തുറന്നുകൊടുക്കണമെന്ന തന്റെ അന്ത്യശാസനം ഇറാൻ ലംഘിച്ചാൽ ആ രാജ്യത്തെ വൈദ്യുതി നിലയങ്ങളും പാലങ്ങളും തകർക്കുമെന്ന് ഭീഷണിപ്പെടുത്തി പ്രസിഡന്റ് ട്രംപ് രംഗത്ത് വന്നിരുന്നു. ചൊവ്വാഴ്ച വൈകുന്നേരത്തിനുള്ളിൽ, അതായത് ഇന്ത്യൻ സമയം ബുധൻ രാവിലെ 5:30 ഹോർമുസ് കടലിടുക്ക് എല്ലാ കപ്പലുകൾക്കുമായി ഇറാൻ തുറന്നുകൊടുക്കണം എന്നാണ് ട്രംപിന്റെ ആവശ്യം. അതേസമയം ട്രംപിന്റെ ഭീഷണിയെ ഇറാൻ പരിഹസിച്ചു തള്ളി. ഇറാൻ സൈന്യം എന്തിനും സജ്ജമെന്ന് വിദേശകാര്യമന്ത്രി അബ്ബാസ് അരങ്ചി പ്രതികരിച്ചു. ഭീഷണി നിലനിൽക്കുമ്പോഴും ഇറാനുമായി ധാരണയിലെത്താൻ നല്ല സാധ്യതയുണ്ട് എന്ന് ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞു. നിലവിൽ ഒമാന്റെ മധ്യസ്ഥതയിൽ ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം ഹോർമുസ് കടലിടുക്ക് വഴി 24 മണിക്കൂറിനിടെ 15 കപ്പലുകൾ കടന്നതായി ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതിനിടെ ആക്രമണത്തിൽ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ ഇന്റലിജൻസ് വിഭാഗ മേധാവി കൊല്ലപ്പെട്ടെന്ന് ഇറാനിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. 5 പതിറ്റാണ്ടോളം ഇറാന്റെ സുരക്ഷാ ഇന്റലിജൻസ് മേഖലകളിൽ നിർണായക പങ്ക് വഹിച്ച വ്യക്തിയായിരുന്നു ഖാദേമി. ഇതിനിടെ ആഗോള വിപണിയിലും ചലനങ്ങളുണ്ടായി. ഇന്ത്യൻ ഓഹരി വിപണി ഇന്നത്തെ വ്യാപാരം അവസാനിപ്പിച്ചത് മികച്ച നേട്ടത്തിലായിരുന്നു. തുടർച്ചയായ 3ാമത്തെ ദിവസമാണ് വിപണി നേട്ടത്തിലാകുന്നത്. പശ്ചിമേഷ്യയിൽ സമാധാന ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന വാർത്തയാണ് പ്രധാനമായും വിപണിക്ക് നേട്ടമായത്. ക്രൂഡ് ഓയിൽ വില താഴുന്നതും അമേരിക്കൻ ഡോളറിനെതിരെ ഇന്ത്യൻ രൂപ നില മെച്ചപ്പെടുത്തിയതും നിർണായകമായി. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.
വെടിനിർത്തലിന് അമേരിക്ക മുന്നോട്ട് വച്ച നിർദ്ദേശങ്ങൾ തള്ളി ഇറാൻ. താൽക്കാലിക വെടിനിർത്തൽ വേണ്ടെന്ന് ഇറാൻ നിലപാട് അറിയിച്ചു. 10 നിർദ്ദേശങ്ങൾ US മുന്നിൽ വെച്ച് വീണ്ടും ആക്രമിക്കില്ല എന്ന ഉറപ്പ് വേണമെന്നും യുദ്ധത്തിന് ശാശ്വത പരിഹാരം വേണമെന്നും ഇറാൻ ആവശ്യപ്പെട്ടു. മേഖലയിലെ എല്ലാ സംഘർഷങ്ങളും അവസാനിപ്പിക്കുക, യുദ്ധത്തിൽ തകർത്തവ പുനർനിർമ്മിക്കുക, ഉപരോധങ്ങൾ നീക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ഇറാൻ മുന്നോട്ട് വച്ചിട്ടുണ്ട്. ബഹിരാകാശ ഗവേഷണ ചരിത്രത്തിൽ സുവർണാധ്യായം കുറിച്ച് നാസയുടെ ആർട്ടിമിസ് 2 ചന്ദ്രൻ്റെ ഗുരുത്വാകർഷണ വലയത്തിൽ പ്രവേശിച്ചു. അപ്പോളോ 13 ദൗത്യം അരനൂറ്റാണ്ട് മുമ്പ് സ്ഥാപിച്ച റെക്കോർഡ് മറികടന്ന് ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെ എത്തിയവർ നേട്ടം ഇനി ഈ 4 അംഗ സംഘത്തിന് സ്വന്തമാണ്. അതിരുകൾ ഭേദിച്ചുള്ള മനുഷ്യന്റെ പ്രയാണത്തിന് പുതിയ വേഗവും ദൂരവും കൈവരികയാണ്. കഴിഞ്ഞ ആഴ്ച ഫ്ലോറിഡയിൽ നിന്ന് വിക്ഷേപിച്ച ഓറിയോൺ ക്യാപ്സ്യൂൾ ഇന്ന് പുലർച്ചെയാണ് ചന്ദ്രന്റെ ഗുരുത്വാകർഷണ വലയത്തിൽ പ്രവേശിച്ചത്. നാസയുടെ റീഡ് വൈസ്മാൻ, വിക്ടർ ഗ്ലോവർ, ക്രിസ്റ്റീന കോച്ച്, കനേഡിയൻ ബഹിരാകാശ സഞ്ചാരി ജെറമി ഹാൻസൺ എന്നിവരാണ് ചരിത്രയാത്രയിലെ അംഗങ്ങൾ. ഭൂമിയിൽ നിന്ന് ഏകദേശം 2,52,757 മൈൽ ദൂരേക്ക് സഞ്ചരിച്ച് ഇവർ പുതിയ ലോക റെക്കോർഡ് കുറിച്ചു. അപ്പോളോ 13 ദൗത്യം സ്ഥാപിച്ച റെക്കോർഡാണ് 56 വർഷങ്ങൾക്ക് ശേഷം ഇവിടെ വഴിമാറുന്നത്. ഉച്ചയ്ക്ക് 2:34 ആരംഭിച്ച ലൂണാർ ഫ്ലൈ ബൈ ദൗത്യം ഏറെ വെല്ലുവിളികൾ നിറഞ്ഞതാണ്. ചന്ദ്രൻ ഭൂമിക്കും പേടകത്തിനും ഇടയിൽ വരുന്നതോടെ നാസയുടെ ഡീപ് സ്പേസ് നെറ്റ്വർക്കുമായുള്ള ആശയവിനിമയം താൽക്കാലികമായി നിലയ്ക്കും. ഇരുണ്ട ചന്ദ്രോപരിതലത്തിന് വെറും 4000 മൈൽ മുകളിലൂടെയാകും പേടകം കടന്നുപോകുക. ചന്ദ്രന്റെ ഭൂമിയിൽ നിന്ന് കാണാത്ത വശത്തെ അപൂർവ ദൃശ്യങ്ങൾ പകർത്തുന്നതിനൊപ്പം ചന്ദ്രന്റെ ചക്രവാളത്തിൽ നിന്ന് ഭൂമി ഉദിച്ചുയരുന്ന എർത്ത് റൈസ് എന്ന വിസ്മയ കാഴ്ചയും സംഘം ലോകത്തിനു മുന്നിൽ എത്തിക്കും. ഹൂസ്റ്റണിലെ ജോൺസൺ സ്പേസ് സെന്ററിലുള്ള ശാസ്ത്രസംഘം സഞ്ചാരികളിൽ നിന്നും പേടകത്തിൽ നിന്നുമുള്ള വിവരങ്ങൾ സസൂക്ഷ്മം വിശകലനം ചെയ്യുന്നുണ്ട്. 2028ഓടെ ചന്ദ്രനിൽ മനുഷ്യനെ വീണ്ടും ഇറക്കാനുള്ള നാസയുടെ ലക്ഷ്യത്തിലേക്കുള്ള വലിയൊരു ചുവടുവയ്പ്പാണ് ആർട്ടിമിസ് 2 ദൗത്യം. ന്യൂസ് ഡെസ്ക്, അമൃത TV. ഇറാൻ ആക്രമണത്തിൽ കുവൈറ്റിൻ്റെ വടക്കൻ ഭാഗത്തെ ഒരു റെസിഡൻഷ്യൽ പ്രദേശത്ത് ഡ്രോണുകളുടെ അവശിഷ്ടങ്ങൾ പതിച്ചതിനെ തുടർന്ന് 6 പേർക്ക് പരിക്കേറ്റതായി ആരോഗ്യ മന്ത്രാലയം. അപകടത്തിന് പിന്നാലെ അടിയന്തര മെഡിക്കൽ സംഘങ്ങളും ആംബുലൻസ് സേവനങ്ങളും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. തുടർന്ന് 2 സ്ത്രീകൾക്ക് സ്ഥലത്തു തന്നെ പ്രാഥമിക ചികിത്സ നൽകി. ഗുരുതരമല്ലാത്ത പരിക്കുകളുള്ള മറ്റൊരാളെ ജഗ്ര ഹോസ്പിറ്റലിൽ എമർജൻസി വിഭാഗത്തിലേക്ക് മാറ്റി. കുവൈറ്റിൽ തന്ത്രപ്രധാന കേന്ദ്രങ്ങളുടെയും സുരക്ഷാ സംവിധാനങ്ങളുടെയും ദൃശ്യങ്ങൾ മൊബൈൽ ഫോണുകളിൽ പകർത്തിയതിന് 6 സ്വദേശികളും 23 പ്രവാസികളും ഉൾപ്പെടെ 29 പേരെ അറസ്റ്റ് ചെയ്തു. മേഖലയിലെ നിലവിലെ സാഹചര്യത്തിൽ സൈനിക നീക്കങ്ങളോ പ്രതിരോധ സംവിധാനങ്ങളോ ചിത്രീകരിക്കുന്നത് രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. ഇത്തരം ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് സുരക്ഷാ രഹസ്യങ്ങൾ ചോർന്നേക്കാമെന്ന ആശങ്കയും ഉയരുകയാണ്. ഡ്രോണുകളെയും മിസൈലുകളെയും പ്രതിരോധിക്കുന്ന ദൃശ്യങ്ങൾ പകർത്തിവയ്ക്കുന്നത് ഗുരുതര കുറ്റമായി കണക്കാക്കുമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. പ്രവാസി മലയാളികളുടെ തെരഞ്ഞെടുപ്പ് ആവേശം വാനോളം ഉയർത്തി ജിദ്ദയിൽ പ്രവാസി UDF മലപ്പുറം ജില്ലാ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. ഷർഫിയ സഫയർ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിൽ നിരവധി പേർ പങ്കെടുത്തു. കഴിഞ്ഞ 10 വർഷമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുമുന്നണിയുടെ ജനദ്രോഹ നയങ്ങൾക്കും അഴിമതിക്കുമെതിരെ ശക്തമായ വിധിയെഴുത്തുണ്ടാകുമെന്ന് യോഗം വിലയിരുത്തി. സൗദിയിൽ 69 തൊഴിലുകളിൽ കൂടി സമ്പൂർണ്ണ സ്വദേശീവൽക്കരണം ഏർപ്പെടുത്തി. രാജ്യത്തെ സ്വകാര്യ മേഖലയിൽ അഡ്മിനിസ്ട്രേറ്റീവ് സപ്പോർട്ട് വിഭാഗത്തിൽപ്പെടുന്ന സമ്പൂർണ്ണ സ്വദേശീവൽക്കരണം ഏർപ്പെടുത്തിയത് സംബന്ധിച്ച പരിഷ്കരിച്ച തീരുമാനം 2026 ഏപ്രിൽ 5 മുതൽ പ്രാബല്യത്തിൽ വന്നതായി മാനവശേഷി സാമൂഹിക വികസന മന്ത്രാലയം അറിയിച്ചു. സൗദി സ്റ്റാൻഡേർഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഓക്യുപ്പേഷൻ അംഗീകരിച്ച 69 പ്രൊഫഷണലുകൾ ഇനി മുതൽ സ്വദേശികളെ മാത്രം നിയമിക്കാൻ പാടുള്ളൂ. സെക്രട്ടേറിയൽ ജോലികൾ, എഴുത്ത്, വിവർത്തനം, ഡേറ്റ എൻട്രി, അഡ്മിനിസ്ട്രേറ്റീവ് സപ്പോർട്ട് എന്നീ മേഖലകളിലെ പ്രധാന തസ്തികകളെല്ലാം ഈ പട്ടികയിലുണ്ട്. ഈ തൊഴിലുകളിൽ വിദേശികളെ നിയമിക്കുന്നത് നിയമലംഘനമായി കണക്കാക്കുകയും കർശനമായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. പുതുക്കിയ തൊഴിൽ പട്ടികയും നിർദ്ദേശങ്ങളും വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ജിദ്ദ ഏർനാട് മണ്ഡലം KMCC തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. ഷറഫിയിൽ നടന്ന കൺവെൻഷൻ ജിദ്ദ KMCC ആക്ടിംഗ് പ്രസിഡന്റ് റസാഖ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. വിവിധ പഞ്ചായത്ത് മണ്ഡലം ഭാരവാഹികൾ പരിപാടിക്ക് നേതൃത്വം നൽകി. വയനാട് തുരങ്കപാത നിർമ്മാണ അനുമതിയിൽ ഇടപെടാതെ സുപ്രീംകോടതി. തുരങ്കപാതയ്ക്ക് അനുമതി നൽകിയ ഹൈക്കോടതി വിധിക്കെതിരെ വയനാട് പ്രകൃതി സംരക്ഷണ സമിതി നൽകിയ ഹർജി കോടതി തള്ളി. ജനങ്ങളുടെ യാത്ര സുഗമമാക്കുന്ന ജീവരേഖയായി പദ്ധതി മാറുമെന്നും നിബന്ധനകൾ പാലിക്കുന്നില്ല എങ്കിൽ ഹരിത ട്രിബ്യൂണലിനെ സമീപിക്കാമെന്നും കോടതി അറിയിച്ചു.
കോഴിക്കോട് വയനാട് തുരങ്കപാതയ്ക്ക് നിർമ്മാണാനുമതി നൽകിയത് ചോദ്യം ചെയ്ത് പ്രകൃതി സംരക്ഷണ സമിതി സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി തള്ളി. അനുമതി ശരിവെച്ച ഹൈക്കോടതി വിധിയിൽ ഇടപെടാൻ കാരണങ്ങളില്ലെന്ന് നിരീക്ഷിച്ചുകൊണ്ടാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചിന്റെ നടപടി. വിശദമായ പരിശോധനയ്ക്ക് ശേഷമാണ് പദ്ധതിക്ക് അനുമതി നൽകിയത്. തുരങ്കപാത പ്രദേശത്തിന്റെ ജീവനാഡിയാകും. ദേശീയ പ്രാധാന്യമുള്ള പദ്ധതിയാണിതെന്നും കോടതി ഇടപെട്ടാൽ നിർമ്മാണം വൈകാൻ മാത്രമേ കാരണമാകൂ എന്നും ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. ജനസാന്ദ്രതയേറിയ കേരളത്തിൽ ഭൂമി ഏറ്റെടുക്കുന്നതിലെ ബുദ്ധിമുട്ടും ഗതാഗതക്കുരുക്കും കണക്കിലെടുക്കുമ്പോൾ ഇത്തരം പദ്ധതികൾ അനിവാര്യമാണെന്നും ബെഞ്ച് ചൂണ്ടിക്കാട്ടി. നിരവധി ആളുകൾ ഉരുൾപൊട്ടലിൽ മരിച്ച മുണ്ടക്കൈ ചൂരൽമല ഗ്രാമങ്ങൾക്ക് സമീപം അപകട മേഖലയിലാണ് തുരങ്കം നിർമ്മിക്കുന്നതെന്നായിരുന്നു ഹർജിക്കാരുടെ പ്രധാനപ്പെട്ട വാദം. നിർമ്മാണം പരിസ്ഥിതിക്ക് വലിയ ആഘാതമുണ്ടാക്കുമെന്നും കൃത്യമായ പഠനം നടത്തിയിട്ടില്ലെന്നും ഹർജിക്കാർ കോടതിയിൽ വാദിച്ചെങ്കിലും അക്കാര്യം എഞ്ചിനീയർമാർ പരിഗണിക്കുമെന്നും തുരങ്കം പലയിടത്തും നിർമ്മിക്കുന്നുണ്ടെന്നും ചീഫ് ജസ്റ്റിസ് മറുപടി നൽകി. 58 നിബന്ധനകളോടെയാണ് തുരങ്കപാതയ്ക്ക് അനുമതി നൽകിയത്. പദ്ധതിയുടെ നിർമ്മാണ ഘട്ടത്തിൽ പാരിസ്ഥിതിക നിബന്ധനകൾ ലംഘിക്കുന്നുണ്ടെങ്കിൽ പരാതിക്കാർക്ക് നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണലിന്റെ ചെന്നൈ ബെഞ്ചിനെ സമീപിക്കാമെന്നും കോടതി വ്യക്തമാക്കി. പരിസ്ഥിതി സംരക്ഷണ സമിതിയുടെ ഹർജി നേരത്തെ ഹൈക്കോടതിയും തള്ളിയിരുന്നു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തയ്ക്കായി അമൃത ന്യൂസ് യൂട്യൂബ് കാണുക.